ഞാൻ അങ്ങനെ ഒരു വിഷയത്തിന് ഞാൻ പറയട്ടെ, ഞാൻ ഒരാളെ പുറകെ നടന്ന് വേട്ടയാടുന്ന ആളല്ല, എനിക്കിഷ്ടമല്ല, എനിക്ക് സമയമില്ല എന്നാണ്. എന്നെ പലരും വേട്ടയാടണമെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ട് വേട്ടയാടാറില്ല. CBI ചോദിച്ച മൊഴിയിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അനുകൂലമായ മൊഴി കൊടുത്ത ആൾ ഞാനാണ്. കാരണം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഈ സോളാർ രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സോളാറിലൊന്നും ഞാൻ ഇടപെട്ടിട്ടുമില്ല, എനിക്ക് ഇതിനകത്തൊരു ബന്ധവുമില്ല, ഒരു സ്ഥലത്തും ഞാൻ എവിടെയുമില്ല. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനുണ്ട്, ഇതിലൊന്നും ഞാൻ എന്നോട് ചോദിച്ചതിന് അതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ എൻ്റെ വീട്ടിലൊരു സോളാർ പാനൽ വെച്ചു, അതിന് കാശ് കൊടുത്തു, ഫ്രീയൊന്നുമല്ല, ബാങ്ക് വഴി പൈസ കൊടുത്തു. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ അതിനകത്ത് വലിച്ചിഴയ്ക്കാൻ വേണ്ടി ഇതൊരു സബ്ജക്റ്റ്, ഇതൊന്നും കേരളത്തിന് ആദ്യം മനസ്സിലായി, ഇതൊന്നും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പറ്റിയ സംഭവങ്ങൾ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നാണക്കേടാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി ഗണേഷ് കുമാർ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് അവർ പറയുന്നില്ലേ? ഏത് നിയമവ്യവസ്ഥയിൽ എവിടെയാണ് പറയുന്നത്? അവർ കൊട്ടാക്കര കോടതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. വേറെ ടെക്നിക്കൽ എവിഡൻസ് ഒന്നുമില്ല. കോടതി ഇരിക്കുന്നൊരു കാര്യമാണ്, ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അവിടെ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ച് LLBക്ക് അഡ്മിഷൻ വാങ്ങിച്ച് പഠിപ്പിച്ച് മിടുക്കനാക്കി കൊണ്ടുവന്ന ഒരാളാണ്. അസംബ്ലിക്ക് ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കണ്ണിന് നിരക്കാത്ത കള്ള സാക്ഷി പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു വിഷയത്തിന് ഞാൻ പറയട്ടെ, ഞാൻ ഒരാളെ പുറകെ നടന്ന് വേട്ടയാടുന്ന ആളല്ല, എനിക്കിഷ്ടമല്ല, എനിക്ക് സമയമില്ല എന്നാണ്. എന്നെ പലരും വേട്ടയാടണമെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ട് വേട്ടയാടാറില്ല. CBI ചോദിച്ച മൊഴിയിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അനുകൂലമായ മൊഴി കൊടുത്ത ആൾ ഞാനാണ്. കാരണം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഈ സോളാർ രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സോളാറിലൊന്നും ഞാൻ ഇടപെട്ടിട്ടുമില്ല, എനിക്ക് ഇതിനകത്തൊരു ബന്ധവുമില്ല, ഒരു സ്ഥലത്തും ഞാൻ എവിടെയുമില്ല. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനുണ്ട്, ഇതിലൊന്നും ഞാൻ എന്നോട് ചോദിച്ചതിന് അതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ എൻ്റെ വീട്ടിലൊരു സോളാർ പാനൽ വെച്ചു, അതിന് കാശ് കൊടുത്തു, ഫ്രീയൊന്നുമല്ല, ബാങ്ക് വഴി പൈസ കൊടുത്തു. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ അതിനകത്ത് വലിച്ചിഴയ്ക്കാൻ വേണ്ടി ഇതൊരു സബ്ജക്റ്റ്, ഇതൊന്നും കേരളത്തിന് ആദ്യം മനസ്സിലായി, ഇതൊന്നും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പറ്റിയ സംഭവങ്ങൾ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നാണക്കേടാണ്.